ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ഗ്യാങ് ഹൗസിലോട്ട് വരുന്ന ദിവസത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. ഈ ഒരു കോട്ടും സ്യൂട്ടും മറ്റേ ഇതെല്ലാം ഇട്ടിട്ട് അവസാനം വന്ന് ദാമുവിന്റെ വേഷം കെട്ടിയ ദിവസം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ആ ദിവസം കണ്ടവർക്കറിയാം. വൈകുന്നേരം ഇവൻ നമ്മളവിടെ വന്നപ്പം ഇവൻ ഫസ്റ്റ് വന്നിട്ട് ഇവന്റെ ഫോൺ ചാർജ് ഇല്ലെന്നും പറഞ്ഞ് ഇവൻ കുത്തിയിട്ടിട്ടാ ഇവൻ പുറത്തു പോയത്. മനസ്സിലായി? ഇവന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ ഫോൺ ഇത്രയും വട്ടം കോൾ അടിക്കണം, ഫോൺ എടുക്കാൻ പറഞ്ഞു. ഇവൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഇവൻ വെളിയിൽ പോയിട്ട് വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി വന്നതാ. ഈ ജാസി എന്ന് പറയണവൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഇവൻ പുറത്തു പോയിട്ട് പുറത്തുനിന്ന് കയറി വന്നതാ. മനസ്സിലായ? അവന്റെ ഇൻട്രോ അങ്ങനെ അവന് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഇവന്റെ എടാ സൂപ്പർ ചാറ്റ് ചെക്ക്, സൂപ്പർ ചാറ്റ് ഓൺ ആക്കിയിട്ടില്ല, സൂപ്പർ ചാറ്റ് ഓഫാ, സൂപ്പർ ചാറ്റ് വേണ്ട. മനസ്സിലായ? ഇവ പുറത്തു പോയിട്ട് പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറി വന്നതാ ഇവൻ. മനസ്സിലായോ? ഇവന്റെ അമ്മുമ്മ ഇവൻ ഫസ്റ്റ് ഇവന്റെ ഒരു സെന്റിമെന്റ് പിടുത്ത ഒരു സാധനം ഉണ്ടല്ലോ, ഇവന്റെ ഒരു സെന്റിമെന്റ് പിടുത്ത സാധനം ഉണ്ടല്ലോ. വൈകുന്നേരം എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8 മണി 9 മണിക്ക് എന്തോ അന്നത്തെ ദിവസം ഇവന്റെ 8 മണി 9 മണി 10 മണി എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വലിയ എന്ന് പറഞ്ഞ ഇവന്റെ അമ്മുമ്മ നമ്മളാ വീട്ടിൽ പോയിരുന്നു. ഞാൻ നിയാദ് ഉൾപ്പെടെ നമ്മളാ വീട്ടിൽ പോയിരുന്നു. ഞാൻ നിയാദും അമ്മു ഈ പറയണ ഇവനും കൂടെ നമ്മൾ 4 പേര് ആ വീട്ടിൽ പോയിരുന്നു. ഇവന്റെ അമ്മുമ്മ മരിച്ചെന്നും പറഞ്ഞാണ് ആദ്യം ഇവന്റെ ഒരു വീഡിയോ ഇറങ്ങണതും ഇത് ഭയങ്കര രീതിയിൽ കയറിയിട്ട് ഒരു സാധനം ഇവന് ഉണ്ടാക്കണത്. മനസ്സിലായ? ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടുകാർ ഇവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഇവനെ വിളിച്ച് പറഞ്ഞു എന്നും മീൻസ് ഇവന്റെ ഫോണിൽ കോൾ വന്നു, ഇവന് വാട്സപ്പിൽ മെസ്സേജ് വന്നു. ഇവന്റെ വല്യമ്മ ആ വയസ്സായ അമ്മുമ്മ മരിച്ച കേസ്. ഇവന് നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവ ഭയങ്കര അഭിനയവും ഭയങ്കര പറയൊക്കെ ആയിരുന്നല്ലോ അത് ഈ കിടന്ന് സ്ക്രീനിൽ കിടന്നിട്ട്. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിൽ നിന്ന് ഇവ അറിഞ്ഞു ഇവന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവ അറിഞ്ഞു. എന്ത് പറ പ്രൂഫ്? നിനക്കൊക്കെ എന്ത് അണ്ടി വേണം? എടാ കൂടെ നിന്നേണ്ട. മനസ്സിലായ? ഊമ്പിക്കാറിനൂടത്തോണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും പോയാൽ അവന്മാരെ കൂട്ടത്തി അപ്പുറത്തോട്ട്. മനസ്സിലായ? എടാ എന്ത് പ്രൂഫ്? നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ പോടാ അവന്റെ വീട്ടില്. നീയൊക്കെ പോയിട്ട് അന്വേഷിച്ച് നോക്കടാ അവന്റെ വീട്ടില് മരണം സംഭവിച്ച് എത്ര മണിക്കാണെന്ന്. നീയൊക്കെ പോയി അന്വേഷിച്ച് നോക്കടാ. ഇനി ഞാൻ അതിന് നിനക്കൊക്കെ പ്രൂഫ് പറഞ്ഞോ? എടാ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം ഞാൻ ഇപ്പം വന്ന് നിങ്ങളടുത്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തണ്ടിക്ക് എനിക്ക് അവന്റെ വീട്ടിലൊരു മരണം എനിക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് എന്താ? അന്നത്തെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചത്. ഇവന്റെ അമ്മുമ്മ മരിച്ചതാണ്. മനസ്സിലായ? ലൈവിൽ ഇവന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടും ലൈവിൽ സെന്റിമെന്റ് പിടിച്ച് ഊമ്പാൻ വേണ്ടിയിട്ട് ഇവ നമ്മളടുത്ത് ആ വീട്ടിൽ കൂടെ ഇന്ന് നമ്മളടുത്ത് പോലും പറയാതെ ഇവ ലൈവിന്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഇത് കണക്ക് മെസ്സേജ് നമ്മളെ കാണിച്ചു. മനസ്സിലായ? ആ പറയണ മെസ്സേജിലുണ്ടായിരുന്നു. നമ്മൾ കണ്ട ആ മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജിലുണ്ടായിരുന്നു ആ മെസ്സേജ് എത്ര മണിക്കാണ് വന്നതെന്നുള്ളത്. മനസ്സിലായ? ഇത് ഇവൻ ലൈവ് കഴിഞ്ഞിട്ട് ഇവൻ ഇനി പോയിട്ട് വേറൊരു ദിവസത്തേക്ക് ഇതാക്കാൻ പറ്റൂല. ഇതൊന്നും വേറെ ദിവസത്തേക്ക് അവൻ ആക്കാൻ പറ്റൂല. ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിന് എനിക്ക് നിങ്ങൾക്ക് തെളിവും കാര്യങ്ങളും ഒന്നും എനിക്ക് തരാൻ താല്പര്യമില്ല. എന്തു മതി? നിനക്ക് ജാസ്തിയുടെ കുണ്ണ പിടിക്കാനാണ് താല്പര്യം. നീ പൊയ്ക്കോ. നീ ഇവിടെ ലൈവ് ഒന്നും നീ ഇരിക്കണ്ട. മനസ്സിലായ? എന്ത് മതി? ഞാൻ ഇത് തുടങ്ങോടാ. ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. ഈ പറയണ ഈ ഉണ്ടനെന്ന് പറയണ ഇവ ഉണ്ടല്ലോ, ഈ ജാസ്തി എന്ന് പറയണമേ, എനിക്ക് ആ കൂട്ടത്തിൽ എന്തും ഞാൻ വിടും. ഇവനെന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് അവിടെ കാണിച്ച പിറപ്പ് ഞാൻ ഇനിയും തെളിവ് തരാടാ നിനക്കൊക്കെ. ഇനിയും തെളിവ് തരാം. നീയൊന്നും ഇത് വിശ്വസിക്കല്ലേ മക്കളെ, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കല്ലേ. ഇതിന്റെ ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൂഫ് തരാം. മനസ്സിലായ? ലൈവ് എൻഡ് ചെയ്യുന്നതിന് മുമ്പേ എന്തിനു വേണ്ടിയിട്ടാണ് ഇവന്മാര് ഗ്യാങ് തല്ലി തിരിപ്പിച്ചതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിയെ ഇത്ര അറ്റാക്ക് ചെയ്ത് ഊമ്പിച്ചതെന്നും നിങ്ങൾക്ക് ഞാൻ ഒരു തെളിവ് തരാം. അത് പ്രൂഫ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതിടാ. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. മനസ്സിലായ? അത് കണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവണം? നിങ്ങൾ എന്തിനാ ഇത്രയും ടെൻഷൻ ആവണം? ഇത്രയും നാളെ മതിയടാ. അത്രയും എന്റെ കൂടെ മനസ്സിലായ? ഇത്രയും നാള് ഈ പറഞ്ഞ് നമുക്ക് ഹേറ്റ് ചെയ്യുന്നവരും ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കണവരും ഇപ്പൊ നമ്മളെ സ്നേഹിക്കണവരും എല്ലാവരും MRC ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ. മനസ്സിലായ? നമ്മളെ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ
ഈ നിന്ന് നമ്മളെ എനിക്ക് എന്റെ അടുത്ത് ഇത്രയും സംസാരിക്കുന്നത്, എന്റെ ചാറ്റിൽ ഇപ്പൊ ചാറ്റ് ഇട്ടോണ്ടിരിക്കുന്ന എല്ലാവരും MRC ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണല്ലോ. അല്ലാതെ ഇതിന് പുതിയ ഓഡിയൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടോ? അപ്പൊ നിനക്കൊക്കെ എന്നെ ചീത്ത വിളിക്കാം, നിനക്കൊക്കെ എന്നെ തെറി പറയാം, നിനക്കൊക്കെ എന്നെ എന്തും പറയാം. മനസ്സിലായി? എന്തും പറയാം. തരാവുള്ളൂ, തന്നിട്ടേ വിടുള്ളൂ. ഇവന്മാർ ഇതൊക്കെ എന്തിനാണ് ചെയ്തതെന്നുള്ളത് അതൊക്കെ വളരെ വളരെ ഇതായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടാ. മനസ്സിലായ? ഇത്രയും ദിവസത്തെ എന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ 3000 റെക്കോർഡിംഗ് ഉണ്ടല്ലോ മോനെ, ഈ 3000 റെക്കോർഡിംഗ് കേൾക്കലായിരുന്നു എന്റെ പണി. ഈ 3000 റെക്കോർഡിംഗ് കേൾക്കലായിരുന്നു എന്റെ പണി. ഞാൻ വളരെ കഷ്ടപ്പെട്ട ഇത് എല്ലാം കേട്ട് ഞാൻ തീർത്തത്. ഒരുപാട് സാധനം ഉണ്ടാ, ഒരുപാട് സാധനം തരാറുണ്ടാ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരൊറ്റ റെക്കോർഡിങ് കേട്ടാ, ഒരൊറ്റ സാധനം ഈ ഫോണിൽ നിന്ന് ഞാൻ കേട്ട്. ഈ ഒറ്റ സാധനം കേട്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ അത്രയ്ക്ക് ഒരു കുണ്ണയായി പോയടാ. ഇവന്മാർക്ക് ഇത്രയും നാൾ ഇവനെയൊക്കെ ആ വീട്ടിൽ അത്രയും നല്ല രീതി ഇവനെയൊക്കെ നോക്കിയത്. ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവന്മാര് കുറെ ഇത് പറഞ്ഞല്ലോ. ഞാൻ ആ വീട്ടിൽ 2.5 വർഷം ഞാൻ ചെന്നിട്ട് 2.5 വർഷമായി. ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഇന്ന് ഞാൻ ഈ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസയ്ക്കോ പണത്തിനോ ഫെയിമിനോ പറിക്കോ വേണ്ടിയിട്ടല്ല അവിടെ നിന്നേന്നുള്ളത് എനിക്ക് ഇന്ന് നല്ല വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. മനസ്സിലായ? ഞാൻ പൈസയ്ക്കോ പണത്തിനോ വേണ്ടിയിട്ടല്ല ഞാൻ അവന്റെ കൂടെ നിന്നത്. അങ്ങനെ ഞാൻ അവന്റെ കൂടെ നിന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ബാക്കി അവിടെ നിറങ്ങിയ ഞാൻ മുനുവിനെ ഒരിക്കലും മാറ്റി നിർത്തൂല കേട്ടോ. മുനു ഞാനും പല കാര്യങ്ങളിലും ആ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്, ഞാനും മുനുവും തമ്മിൽ. പക്ഷെ അതെല്ലാം ഉണ്ടായത് എന്തിനാണെന്നറിയാമോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നുള്ള രീതിയിൽ ഞാനും മുനുവായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഞാനും മുനു ഇന്ന് നല്ല രീതിയിലാണ് ഞാൻ. മനസ്സിലായ? മുനു ഒരിക്കലും ഈ പൈസ കൊണ്ട് കൂടെ പോയെന്ന് ഞാൻ പറയൂല. പൈസയ്ക്കോ ഫെയിമിനോ വേണ്ടിയിട്ട് മർഗണ്ടം ചാടിയെന്നോ അല്ലെങ്കിൽ വേറെ പലതിനും വേണ്ടിയിട്ട് പോയത് ഞാൻ ഒരിക്കലും പറയൂല. ഞാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോളൂ. ഈ പറഞ്ഞ മുനവർ എന്ന് പറഞ്ഞ വ്യക്തിയും ഞാനും ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടാ. അല്ലാതെ അവന്റെ പൈസയ്ക്ക് അവന്റെ ഇതിനും വേണ്ടിയിട്ട് ഫെയിമിന് വേണ്ടിയിട്ട് നിൽക്കാനായിരുന്നുണ്ടെങ്കിൽ ഈ വീട്ടില് ഫസ്റ്റ് ലൈവ് മമ്മു തുടങ്ങിയതിനു ശേഷം ലൈവ് തുടങ്ങാൻ പറഞ്ഞത് എന്റെ അടുത്താണ്. മനസ്സിലായ? ഫസ്റ്റ് മമ്മു ലൈവ് തുടങ്ങി കഴിഞ്ഞപ്പോ ലൈവ് തുടങ്ങാൻ പറയണത് എന്റെ അടുത്താണ്. അന്ന് എന്റെ അടുത്ത് ഈ പറയണതിൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, റാംബോ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ ഇന്നലെ കയറി വന്ന ജാസി ഇവിടെ ലൈവ് തുടങ്ങണ്ടെന്ന് ഒരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞേടാ എനിക്ക് തുടങ്ങണ്ട, നീ തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞേടാ എനിക്ക് തുടങ്ങണ്ട, നീ തുടങ്ങിക്കോ. ഇതൊക്കെ നാളെ വന്ന് നിരസിക്കുമായിരിക്കും. നാളെ വന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ഒരു സംഭവമേ നടന്നില്ലെന്ന് പറയായിരിക്കും. അല്ലെ ഇനി എപ്പം വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇനി എപ്പം വരുമെന്നൊന്നും പറയാനൊന്നും പറ്റൂല. കാരണം എന്താണെന്നറിയാമോ? പല കേസിന്റെ പുറകെയല്ല. ഇനി എപ്പോഴൊക്കെ വരുമെന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂത്രം മാറ്റക്കം, ചോര മാറ്റക്കം, ഇതെന്താ എയ്ഡ്സ് വല്ലതും ഉണ്ടാ മൂത്രം മാറ്റാൻ വേണ്ടിയിട്ട്? എന്തോ അത് അതിന്റെ രീതി നടക്കട്ടെ. അതിന്റെ രീതിയിൽ ഞാൻ വേറെ കുറച്ച് കഥകളൊക്കെ അറിഞ്ഞു. അത് ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുതരാം. ഇന്ന് ചീത്ത വിളിച്ചവര് നാളെ വൈറ്റ് വാഷ് ചെയ്യുമോന്നാ, എന്തൊക്കെയോ മാറ്റണോന്നാ, അതെന്തോ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് തുമ്പുമാലും കിട്ടുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നവർക്ക് ഇത് മനസ്സിലായി കാണും. മനസ്സിലായ? അപ്പൊ ഈ പാമ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിടുന്നത്. പാമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പാമ്പിനെ കുറിച്ച് കൂടുതലായിട്ട് തരണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്നത് ഇത് ഈ പാമ്പെന്ന് പറയുന്ന തായളിയുടെ ഫോണാണ് ഈ ഫോൺ. മനസ്സിലായ? ഈ ഫോണിന്റെ അകത്തുനിന്നാണ് ഈ സാധനങ്ങൾ മൊത്തം കിട്ടണത്. ഇവ നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവ കക്കൂസി പോലും ഈ ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരുന്നാന്ന് എനിക്ക് സംശയം ഉണ്ടോ? മനസ്സിലായ? കക്കൂസി പോലും ഇവ ഈ ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരുന്നാന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ ഇനി അതിന്റെ വീഡിയോ നാളെ വരുമായിരിക്കും. അറിഞ്ഞൂടാ. സീരിയസ് ആയിട്ട് അറിഞ്ഞൂടാ. മറ്റേ പ്രൂഫ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിരിക്കും, എന്നിട്ടേ പോകൂ. മനസ്സിലായ? കോൾ തായോളിയാ. ആ തായോളി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിളിച്ചിട്ട് ഇവനൊക്കെ എന്തിനാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അത് ആ ഒരു കാര്യം എന്ന് പറഞ്ഞ ആ ഒരു കാര്യമേ മൊത്തത്തിൽ വിട്ടാ ഞാൻ. അതിൽ ഒരുത്തന്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം നീയൊക്കെ ആലോചിച്ചാൽ മാത്രം മതി. എന്നെങ്കിലും ഒരു ദിവസം ഇതെല്ലാം മനസ്സിലാക്കും. ഇതെല്ലാം മനസ്സിലാക്കും. ഈ കണ്ടതൊന്നും അല്ല സത്യമൊന്നും. നിന്നെയൊക്കെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച ആരൊക്കെയെന്നും എല്ലാം നീയൊക്കെ നാളെ അവന്മാർക്കെതിരെ നീയൊക്കെ തിരിയും. ഇവന്മാര് പോണ ഓരോ സ്ഥലങ്ങളിലും ഇവന്മാര് അവന്മാർക്കെതിരെ തിരിയും. മനസ്സിലായ?
നിന്റെ അടുത്തൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നിന്ന് പോണതിന് മുമ്പ് നിനക്കൊക്കെ പ്രൂഫ് വന്നിട്ട് ഞാൻ പോകണമെന്ന് ഞാൻ നിന്റെ അടുത്തൊക്കെ പറഞ്ഞു. മനസ്സിലായല്ല? അതുവരെ നിൽക്കാൻ പറ്റണവര് ഇവിടെ നിന്നാ മതി. അതല്ല, അതുവരെ നിൽക്കാൻ പറ്റണവർ ഇവിടെ നിന്നാ മതിയടാ. ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ട് തരാതെ പോകൂല. ഇവന്മാർ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം ഞാൻ കേട്ടിട്ട് ഒരൊറ്റ സാധനം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവന്മാരൊക്കെ ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്തെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പിന്നെ ജാസി അങ്ങനെയൊന്നും അല്ലല്ലോ. ജാസി അങ്ങനെയൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ജാസി പിന്നെ എങ്ങനെയാടാ? എടാ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടാ. നമ്മൾ ഒരു ഒറ്റ ലൈവില് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിക്കാനോ മയക്കുമരുന്ന് ഉപയോഗിക്കാനോ കഞ്ചാവ് ഉപയോഗിക്കാനോ സിഗരറ്റ് ഉപയോഗിക്കാനോ മദ്യം ഉപയോഗിക്കാനോ ഏതെങ്കിലും സാധനത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അവിടെ നിന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ആരെങ്കിലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ വ്യക്തി ഉൾപ്പെടെ നമുക്കൊക്കെ ഈ ഒരു സാധനവും ഈ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തന്ന വ്യക്തി ഉൾപ്പെടെ നിങ്ങളെങ്കിലും ഒരു ദിവസമെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ഒറ്റ ലൈവില് ഒരു മിനിറ്റ് ഒരു സെന്റൻസിലെങ്കിലും ഈ സാധനം ഈ മയക്കുമരുന്നും കഞ്ചാവ് ഈ പറഞ്ഞ ലഹരി സാധനങ്ങളും ഉപയോഗിക്കാൻ നിങ്ങൾ അവൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാ? നിങ്ങൾ അവൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാ? എങ്ങനെ? നോ 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 ഇല്ല. ഇല്ലടാ, ഇല്ലാത്തോണ്ടല്ലേ പറഞ്ഞ ഇല്ല. വാട്ട് അബൌട്ട് അസ്പാക്ക്? വരാം, അടുത്ത അതിലോട്ട് വരാം. എടാ ഇതെന്ന് പറഞ്ഞാലേ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ വ്യക്തി നമ്മൾ ആ ഗ്യാങ് ഹൗസിലുള്ള ആരെടുത്ത് ചോദിച്ചാലും എല്ലാവരും നിങ്ങളടുത്ത് പറയേണ്ട ഒരു പേരായിരിക്കും. ആ വീട്ടില് ഇത്രയും കുത്തിത്തിരിപ്പും ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ വേറെ ഞാൻ പറയാനാണ്, ഇവനെ പോലെ ഒരുത്തൻ വേറെ ഒരു ഫാമിലിയിലും കാണൂല, ഇവനെ പോലെ ഒരുത്തൻ വേറെ ഒരു കുടുംബത്തിലും കാണൂല. ഞാൻ ഇവന്റെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇവന്റെ വീട്ടുകാരുടെ അടുത്താണ് ഞാൻ പറയണത്. ഇവ ഇപ്പൊ നിൽക്കണം ഇവന്റെ വീട്ടുകാരുടെ അടുത്ത്. ഇന്ന് ഈ വീഡിയോ ഇടുന്ന സ്ഥലത്തും അവിടെ ഞാൻ കഴിഞ്ഞ ഇവന്റെ വീഡിയോയിൽ കുറെ കുട്ടികളെയൊക്കെ ഇവന്റെ അടുത്ത് ഞാൻ ഇവന്റെ വീട്ടിൽ ഇവന്റെ അടുത്ത് കുറെ കുട്ടികളെയൊക്കെ കണ്ട്. ഞാൻ പറയാല, മദ്യത്തിനെ മയക്കുമരുന്നിനെയും കാട്ടി ഏറ്റവും വലിയ വിഷം എന്ന് പറഞ്ഞാൽ ഇവനാണ്. മദ്യത്തിനെ മയക്കുമരുന്നിനെയും കാട്ടി ഏറ്റവും വലിയ വിഷം എന്ന് പറഞ്ഞാൽ ഇവനാണ്. മനസ്സിലായ? ഇവനെ കണ്ടാണ് ആ കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവാത്ത. ബാക്കി എന്ത് കണ്ടാലും ബാക്കി എന്തിൽ ആരൊക്കെ ഇൻഫ്ലുവൻസ് ആയാലും അത് സ്വന്തമായിട്ടുള്ള ഇതാണ്. മനസ്സിലായ? നമ്മൾ ആ വീട്ടിൽ ഒരു പ്രശ്നം പോലും ഇല്ലാതിരുന്ന് നല്ല രീതിയിൽ മുന്നോട്ട് വെക്കൊണ്ടിരുന്നപ്പം ഇവ ആദ്യം ഒറ്റയ്ക്ക് ഇവ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇവൻ 2 എഡിറ്റർമാരുണ്ടായിരുന്നു, ഇവരെ കൂട്ടത്തിലാക്കി. എഡിറ്റർമാരെ വോയിസ് ഒക്കെ കേൾക്കണോടാ മുത്തേ. ഇവനൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എന്തായി? നമ്മളെ പ്ലാൻ ഉടനെ വല്ലതും വർക്കൗട്ട് ആവോ? നമ്മളെ പ്ലാനൊക്കെ ഉടനെ എല്ലാം പുറത്ത് വരുമോ? ഉടനെ എല്ലാം പുറത്തു വരാം. എടാ ഇവന്റെ ഒരു ചെറിയ പാമ്പ് സാധനം ഞാൻ കാണിച്ചു തരാടാ. ഞാൻ അതിനു മുമ്പ് ഈ പാമ്പ് സാധനം എന്തുകൊണ്ട് ഇവ പറഞ്ഞെന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇവന്മാര് ഈ എഡിറ്ററും ഇവനും തമ്മിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കളികളാണ് മുത്തേ. ഞാനും മുനുവും തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊപ്പിയുടെ അടുത്ത് പറഞ്ഞതിന് മുമ്പ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന മുനുവാണ്. മനസ്സിലായ? ഞാൻ തൊപ്പിയെടുത്ത് പറഞ്ഞതിന് മുമ്പ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ ബാക്കി കാര്യങ്ങളെല്ലാം ഈ വീട്ടിൽ ചെലവ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുനുവാണ്. മുനുവിനെ ഈ കൂട്ടത്തിൽ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടാ മോനെ? ആരെങ്കിലും ഉണ്ടാ? ഇല്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ മുനുവാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ വന്നതിന് ശേഷം മുനുവാണ് പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കുന്നത്. പിന്നെ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഞാൻ അവന്റെ മാനേജറായിട്ടാണ് ഞാൻ അവിടെ ജോലിക്ക് വരണം അവന്റെ മാനേജറായിട്ട്. അല്ലാതെ എന്നെ സ്ട്രീമിങ്ങിൽ മുന്നോട്ട് കൊണ്ടുവരാമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അവന്റെ മാനേജറായിട്ടാണ് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞത്. മനസ്സിലായ? അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് എന്നെ അവിടെ എടുക്കണം, ജോലിക്ക് എടുക്കണം. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ്. മനസ്സിലായ? ഇത് മുന്നോട്ട് വന്ന സമയത്ത് എന്താ മുനവറിനെ അറിഞ്ഞൂടെ? മുനവറിനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ? മുനവിർ മുനു ജമ്മ്. അതെ ഞാനും ഇവനും തമ്മിൽ ഒരു പ്രശ്നമായി. എടാ നമ്മളെ കൂടെ നിൽക്കണവര് അല്ല, നിങ്ങളടുത്ത് ചോദിക്കണേ. പ്രൂഫ് വരാം. അതിന്റെ പ്രൂഫ് ഞാൻ ഇപ്പൊ തരാടാ. ഇവന്റെ ഒരു ചെറിയൊരു പാമ്പത്തരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളൊരു 3 കൂട്ടുകാരുണ്ട്. ഇതിന് 2 പേര് പരസ്പരം ഒരു കാര്യത്തിന് തെറ്റിയോ പരസ്പരം ഒരു കാര്യത്തിന് വഴക്കുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്നാമത് നിൽക്കുന്ന വ്യക്തി എന്തായിരിക്കും ചെയ്യണത്? ഈ 2 വ്യക്തികളെ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ നോക്കോ? അതേ 2 പേരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് മൂപ്പിച്ച് വിട്ട് കൂട്ടത്തിൽ അടിയുണ്ടാക്കാൻ നോക്കോ? പറ.
പറ പറയടാ. നമ്മൾ 3 വ്യക്തികളുണ്ട്. 2 വ്യക്തികൾ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമായി, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ ഒരു ചെറിയൊരു പിണക്കമായി. ഈ പിണക്കം ആകുമ്പോഴത്തേക്ക് ഈ 3ാമത്തെ വ്യക്തി കോംപ്രമൈസിന് ശ്രമിക്കോ, ഈ 2 പേരെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കോ? 2 പേരെടുത്ത് എടാ അവൻ തായോളിയാണ്, അവനാണ് നിന്റെ മണ്ടയില്, എന്നിട്ട് അപ്പുറത്ത് എന്നിട്ട് എടാ അവൻ അങ്ങനെയല്ലേ, അവൻ മറ്റതാണ്, അവൻ ഗുണ്ടയാണ്, നീയാണ് അവന്റെ മണ്ടയിലെന്ന് പറയോ? സോൾവ് ആക്കാൻ നോക്കും. സോൾവ് ആക്കാൻ നോക്കും. സോൾവ്. ഞാൻ ഇതിനൊരു കാര്യം കാണിച്ചിട്ടാണ് മുത്തേ, ഞാൻ ഇതിനൊരു കാര്യം കാണിച്ചുതരാം. വെയിറ്റ് ആക്ക. ഹലോ ഇതല്ലടാ, ഒരു മിനിറ്റ്. ഹലോ അസ്സലാമലൈക്കും. ഇതും അല്ലടാ, ഇതെല്ലാം ഇവന്റെ പാമ്പത്തരോ. ഒരു മിനിറ്റ്. സോൾവ്. അതെ. അതേടാ, അങ്ങനെ ചെയ്യുള്ളൂ, നമ്മളൊക്കെ അങ്ങനെ ചെയ്യുള്ളേ. നിങ്ങളൊരു സാധനം കേൾക്കണം മൊത്തം. ഇതെല്ലാം ഞാൻ കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇട്ടേക്കണതാ. ഞാൻ ഫസ്റ്റ് ഒരു സാധനം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇടയിൽ നിൽക്കണ ഈ പാമ്പ് പുണ്ടച്ചിമോന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് വലിയ രീതിയിലൊന്നും എടുക്കണ്ട, ചെറിയൊരു സാധനം ഞാൻ നിങ്ങൾക്ക് ഇവന്റെ തമ്മിലടി ഒന്ന് കാണിച്ചു തരാം. വിളിച്ചത് രണ്ടാളോ? ചർച്ച തുടങ്ങിയ ചർച്ച അവസാനിപ്പിക്കണ്ട. എന്നാ ശരി, വിടട്ടെ. എല്ലാം തിരികേറ്റി കൊടുത്തോ? അങ്ങനെ എല്ലാം തിരികേറ്റി കൊടുത്തോ, കേട്ടോ? അതാണ് ഇതാണ് വീട് മാറി. മാക്സിമം തിരികേറ്റ്. മുനുവിനോട് പറയേണ്ടത് നീ തന്നെയാണ് ഇത് അധികാരം റാമ്പ് പിടിച്ചെടുക്കുക എന്നുള്ളതിൽ പറഞ്ഞാൽ മതി. നമ്മൾ തിരികെ കയറ്റിയിടേ. ഏതായാലും നോക്ക്. ശരി, എന്നാൽ ഞാനൊരു 7 മണിയാകുമ്പോ എത്തും. മനസ്സിലായടാ? എങ്ങനെയാടാ? ഏടാ ഓക്കേടാ. ഞാൻ ഉണ്ടാക്കിയടാ. വെച്ച് ഞാൻ ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ, ഒരു വെച്ച് ഞാൻ ഉണ്ടാക്കിയടാ. ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയതാ. എടാ മുത്തേ സൗണ്ട് ലോ ആണെന്നുണ്ടെങ്കിലേ ഇവന്റെ ഫോണിൽ ഇതാണ്ട ഈ ഡെപ്പ ഫോണിൽ അത്രേ സൗണ്ട് ഉള്ളൂ. എടാ ഇത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഗായ്സ് എടാ സീരിയസ്ലി ആണാ? ഏടാ ഞാൻ ഉണ്ടാക്കിയ സാധനമാണേ. ഈ സാധനം ഞാൻ ഉണ്ടാക്കിയ സാധനമാണേ. മനസ്സിലായ? ഈ സാധനം ഞാൻ ഉണ്ടാക്കിയ സാധനമാണേ. ഇതിന്റെ ഫുള്ള് വേണോടാ മുത്തേ? ഇതിന്റെ ഫുള്ള് വേണോ? ഇതിന്റെ ഫുൾ പ്രൂഫ് വേണോടാ? വേണോ? എടാ വേണോ? ഫുള്ള് വേണോ നിങ്ങക്ക്? വേണോ വേണ്ടേന്ന് പറ. വേണോ? ഇത് നിങ്ങൾ ആണെന്നല്ലേ പറഞ്ഞേ? ഇതിന്റെ ഫുള്ള് വേണോടാ? പറ, ഇതിന്റെ ഫുള്ള് വേണോ? പറ. എന്തേ എന്തിന്? യെസ്. ഇതിന്റെ ഫുൾ വോയിസ് വേണോ? ഇത് കോൾ എടുക്കണ തൊട്ട് ഞാൻ പിന്നെ അത്യാവശ്യത്തിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഒരുത്തന്റെ അമ്പിയല്ല ഒരുത്തന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം ഇത് നിങ്ങളെ ആവശ്യമില്ലാത്ത ഫുള്ളായിട്ട് കാണിച്ച് ഇതിനെ ബാഡാക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇത് ആവശ്യത്തിന് എടുത്ത് വെച്ചാണ്. ഒരു മിനിറ്റ് എടാ, ഞാൻ സ്ക്രീൻ ഒന്ന് ഹൈഡ് ചെയ്യണം. കാരണം വാട്സപ്പിലാണ് ഞാൻ ഞാൻ ഇത് അയച്ചു കൊടുത്ത് കട്ട് ചെയ്യിപ്പിച്ച വാട്സപ്പിൽ. ഒരു മിനിറ്റ് എടാ, ഒറ്റ മിനിറ്റ് എടാ. ഒരു മിനിറ്റ്. ഹലോ അസ്സലാമലൈക്കും. പറ. ഇതല്ലടാ. എന്താ എന്ത്? ഒരു മിനിറ്റടാ. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് വേറെ ഒന്നുമല്ല, ഒരു പയ്യന്റെ എന്റെ എഡിറ്റർ ഉണ്ട്. അവന്റെ നമ്പർ എനിക്ക് വെറുതെ വെളിയിൽ കാണിച്ച് അവന് ഇത് കൊടുക്കാൻ എനിക്ക് വയ്യതാ. കേട്ടല്ലോടാ മോനെ? ഇത് ആരാ വിളിക്കണേന്ന് കണ്ടല്ലോ? ഈ ടാഗ് കണ്ടല്ലോ? ഈ ടാഗ് കണ്ടല്ലോ? ഈ ടാഗ് കണ്ടല്ലോ? കണ്ടാ? ഈ ടാഗ് കണ്ട? കേട്ടോ?
എന്താ എന്ത് എവിടെ ആസിയെ? നമ്മള് സ്റ്റേഷനിലെല്ലാം പോയി. ഇപ്പൊ ഷൊർണൂരാണ്. ഇവിടുന്ന് ഇനിയിപ്പോ ട്രെയിൻ കയറും. ഒരു 7 മണിയാകുമ്പോ എത്തും. ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ടോ? ഞാനും അമ്മ എല്ലാരും. അപ്പൊ ബാക്കിയുള്ളവർ നാടെത്തിയിട്ടില്ലല്ലോ. എടാ ഇത് സംസാരിക്കണ 3 പേര് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന 2 എഡിറ്റർമാര് ഈ പറയണ ജാസി എന്ന് പറയണവനെ കാണാത്തത് കൊണ്ട് അവനെ വിളിച്ചതാണ്. മനസ്സിലായ? അപ്പൊ ഇവ അവിടെ ഇല്ല. ഈ ജാസി എന്ന് പറയണവൻ വീട്ടിൽ ഇല്ല. ഇവനെയൊക്കെ ഈ പേരൊക്കെ കണ്ട് അറിയാന്നുള്ളവർ മതിയുടെ ഇവിടെ. അറിയാന്നുള്ളവർക്ക് ഇത് മനസ്സിലാവോടാ? മനസ്സിലായ? നിങ്ങൾ കഥ അറിഞ്ഞാല ഇനി ബാക്കി കേള്. നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ പോയ, പിന്നെന്താ എത്താണ്ട്? ഷമീർ ഞങ്ങളൊപ്പം ഇല്ലായിരുന്നു. ഷമീറൊപ്പം വരും. ബാക്കി ആരാ? അതില് വീട്ടിൽ പോയല്ലേ? റാംബോ മുനിയോ? മോനും എന്താ മോഡലിംഗ് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ടോ. റാംബോ റാംബോക്ക് അപ്പുറം ഞങ്ങളിപ്പറ. ഓ എന്താ വിളിച്ചത് രണ്ടാളും? അനാൻസിയാ? എന്താ ചർച്ച തുടങ്ങിയ? ചർച്ച അവസാനിപ്പിക്കണ്ടേ? എന്നാ ശരി എന്നാല്. വിടട്ടെ എല്ലാം തിരികേറ്റി കൊടുത്തോ? മുനി വിളിച്ചിരി. അതാണ് ഇതാണ് വീട് മാറും. എന്താടാ എന്താടാ ഇപ്പൊ കണ്ണൂർ സ്ലാങ്ങിലും കോഴിക്കോട് സ്ലാങ്ങിലൊക്കെ വരുവോടാ? വരുവോ? ഇപ്പൊ കണ്ണൂർ സ്ലാങ്ങിലും കോഴിക്കോട് സ്ലാങ്ങിലൊക്കെ വരുവോ? പറ വരുവോ? ഏടാ വരുവോ? നീയൊക്കെ എവിടെന്നെങ്കിലും പി ആർ എടുത്തിട്ട് ഇത് എന്നാണ് നീയൊക്കെ ഇപ്പോഴും പറയണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇരുന്ന് പറഞ്ഞോ. ഞാൻ ഇവിടെ ഇത് കാണിക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ എയും നിന്റെയൊക്കെ പി ആറും കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ചാറ്റ് നോക്കി ഞാൻ ഇവിടെ നിന്ന് പേടിച്ചോടൂല. മനസ്സിലായ? എന്നെ അറിയാന്നുള്ളവരെ നമ്മളറിയാന്നുള്ളവർ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് അറിയാം ഇത് എന്താണെന്ന്. മനസ്സിലായ? നിന്നെയൊക്കെ ഇത്രയും നാൾ ഈ വർഷങ്ങൾ കൊണ്ട് ഇവിടെ അറിയാന്നുള്ളവന്മാർക്ക് അറിയാം ഇത് എന്താണെന്ന്. മനസ്സിലായടാ കുന്നാളെ? വീട് മാറി മാക്സിമം തിരികേറ്റ്. മോനുവിനോട് പറയേണ്ടത് നീ തന്നെയാണ് ഇത് അധികാരം റാമ്പ് പിടിച്ചെടുക്കുക എന്നുള്ള പറഞ്ഞാൽ മതി. തിരികെ കയറ്റിയിടേ. നോക്ക്. ശരി എന്നാല് ഞാനൊരു 7 മണിയാകുമ്പോ എത്തും. ആയിക്കോട്ടെ ശരി. ശരിയടാ നിനക്കൊക്കെ എന്തിനായിരുന്നു റിയൽ വരട്ടെ ഇനിയും വേണ്ടേ? ഇതൊരെണ്ണം മതിയാ? ഇതോടുകൂടി തീർക്കാമോ? ഇതോടുകൂടി തീർക്കാമോ? W 100% പറ. ഞാൻ പറഞ്ഞ് നമ്മളറിയാന്നുള്ളവരെ, നമ്മളെ സൗണ്ട് കേട്ടവരെ, നമ്മളെ കൂടെ ഇത്രയും നാളായിട്ട് ഈ അവസാന വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ ഉള്ളവര് മാത്രമേ ഇത് അറിയാൻ പറ്റൂ. പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മുത്തേ നീയൊക്കെ ബാക്കിലോട്ട് പോ. നീയൊക്കെ കുറച്ച് റീവൈൻഡ് അടിച്ച് ബാക്കിലോട്ട് പോയിട്ട് ഈ കഥകളൊക്കെ ആദ്യം തൊട്ട് കേട്ടിട്ട് വാ. ഒരു AI വോയിസും കൂടെ തരട്ടാടാ മോനെ. ഇവന്റെ ഒരു അമ്പി AI വോയിസും കൂടെ തരട്ടെ. ഇനി ഒരു സാധനം ഉണ്ട്, ഈ അവസാനം വരാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ട്. അതില് മനസ്സിലാവും യവന്മാർ ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവസാനം ഞാൻ ഒരു സാധനം കേൾപ്പിച്ചു തരും. ഇപ്പൊ ഞാൻ ഒരു ഇവന്റെ ഞാൻ വീട്ടിൽ നിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്. ആ വീട്ടിലുള്ള വ്യക്തികളെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ജാതിയും മതവും പറയണല്ല. നമ്മളൊരാള് എന്റെ ഇപ്പൊ ചാറ്റിൽ വന്നിട്ട് റാംബോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെന്ത് പറയും? വലൈക്കും അസ്സലാം. പറഞ്ഞ നിങ്ങളാണെങ്കിൽ നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയണത്? നിങ്ങൾ ഇതേ കണക്ക് പറയോ അതേ വേറെ വല്ലതും പറയോ? നിങ്ങൾ ഇതേ കണക്ക് പറയോ വേറെ എന്തെങ്കിലും പറയോ? പറ. ഇത് പറഞ്ഞിട്ട് ഞാൻ അടുത്തത് കാണിച്ചിട്ടേ. നിങ്ങൾ ഇതേ കണക്ക് തിരിച്ച് ഞാൻ പറഞ്ഞ കണക്ക് വലൈക്കും അസ്സലാം പറയോ അതെ നിങ്ങൾ വേറെ എന്തെങ്കിലും തെറി വിളിക്കോ ചീത്ത വിളിക്കോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യോ? നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു പയ്യെ നിങ്ങളടുത്ത് ഒരു ദിവസം കാണുമ്പോഴത്തേക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? പറ. W പറ, കാര്യം പറ. പറയടാ. അല്ല എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇനി അതിനൊരു കാര്യം കാണിച്ചു തരാടാ. ഇതും കൂടെ ഒന്ന് കേട്ടോടാ. ഇവ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി വീട്ടിൽ അത്രയും അച്ചടക്കത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇപ്പൊ മുടിയൊക്കെ വെട്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വീട്ടിൽ കയറി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കണ
ഈ ഒരുത്ത് ഇവ എവിടെയൊക്കെ പഠിച്ച് ഇവനൊക്കെ മറ്റേ ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും പറയൂലെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എടാ ഇതൊന്ന് കേട്ടോക്കണേ. ഇത് കണ്ടപ്പോ ഇത് ജസ്റ്റ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ തോന്നിയത്. ഇവന്റെ യഥാർത്ഥ സ്വഭാവം അത്രയും നല്ലവനെന്നല്ലേ ഇവൻ പറഞ്ഞത്. കേട്ടോക്ക്. ഹലോ പറ. വലൈക്കും മുസ്ലാം ഒന്നും എന്റെ ഉമ്മാനോട് വരാൻ പറയില്ല. പറ, കാര്യം പറഞ്ഞിട്ട് പാടാ പുണ്ടച്ചീമനെ. വലൈക്കും മുസ്ലാം പറയില്ല. ആ പറഞ്ഞാല് അത് പറയാൻ പാടില്ല. ഹിന്ദുക്കളോടും ഇങ്ങനെ പറയത്. അല്ലടാ എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ. എനിക്ക് ഇതിലിപ്പോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത്രയും നാൾ ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോ ഞാൻ തിട്ടേണ്ട. എന്റെ അടുത്ത് ആരെങ്കിലും ഇത്രയും നാൾ അസ്ലാമലൈക്കും പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വീട്ടിൽ നിൽക്കണവർ ഉൾപ്പെടെ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മളും തിരിച്ച് ആ രീതിയിലായിരിക്കും പറയണത്. പക്ഷെ ഇത് എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. വാട്ട് ദ ഫക്ക് എന്നോ? ഞാനല്ല മോനെ ഇതൊന്നും പറഞ്ഞ. ഞാനൊന്നുമല്ല ഇത് പറഞ്ഞത്. ഇത് എടേ മര്യാദക്ക് ഇത്